എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കാണാത്തവർ അത് കാണുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നമ്മുടെ വീടിന് സർവ്വതല ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പൂജകളൊക്കെ ചെയ്ത് നമ്മൾ നശിച്ചു, അല്ലെങ്കിൽ നമുക്കിനി ചെയ്യാനില്ല, എല്ലാ തരത്തിലുള്ള പൂജകളും ചെയ്തു. അങ്ങനെയുള്ളവർ ഈ വാസ്തുവിധി പ്രകാരം പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ഐശ്വര്യം ഉണ്ടാവട്ടെ. അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. സർവ്വതല ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും. നമ്മൾ നെഗറ്റീവ് എനർജി, വീട്ടിലുള്ള നെഗറ്റീവ് എനർജികളൊക്കെ മാറുന്നതിന് ഏറ്റവും മൊത്തമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വീട് വെക്കാനായിട്ട് സാധിക്കാത്തവർ, അല്ലെങ്കിൽ വാടകയ്ക്ക് കിടക്കുന്നവരായിട്ടുള്ളവർ, അതുപോലെ തന്നെ ശത്രുദോഷം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ, എല്ലാവർക്കും ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് വടക്കും ഭാഗത്ത് കരുന്നേലി മഠത്തിൽ അമ്മയുടെ ഇരിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളാൽ കഴിയുന്നൊരു സഹായം ചെയ്ത് ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, അപ്പോൾ മുന്നുള്ള വീഡിയോസിലൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് ഞാൻ കൊടുത്തേക്കാം, വാട്സാപ്പ് ഗൂഗിൾ പേ നമ്പർ. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. നമ്മുടെ അക്കൗണ്ടിലേക്ക് 100 രൂപയോ 10 രൂപയോ 1 രൂപ ഉള്ളൂ എന്തെന്ന് പറഞ്ഞാൽ അതായാലും കുഴപ്പമില്ല. ഇനി അത് കൂടുതൽ ഇടാനുള്ളവർക്ക് അതൊരു കൂടുതലും ഇടാം. അപ്പോൾ അതൊരു അനുഗ്രഹം ഉണ്ടാവട്ടെ, വല്ലാതെ ഐശ്വര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ സാധനങ്ങളൊക്കെ വാസ്തു സാധനങ്ങളനുസരിച്ച് ഓരോ സാധനങ്ങൾ പറയുന്ന ദിക്കിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ സർവ്വതിലുള്ള ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ എല്ലാവരും വന്ന് നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു രീതികളാണ്, 1-2 രീതികളിൽ ഒരു രീതികളാണ്, അടുത്ത രീതിയാണ് പറയണത്. അപ്പോൾ പലർക്കും പല രീതിയിലാണല്ലോ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും, നിങ്ങൾ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ പോകും. ഒരുപാട് പരീക്ഷിച്ച് വിജയിച്ചിരിക്കുന്നതാണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് വിജയിക്കാത്ത കാര്യങ്ങളൊന്നും യൂട്യൂബിൽ ഇടാറില്ല, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടോ നമ്മൾ ചെയ്യാറില്ല. ഞാൻ ഉപയോഗിച്ച് നോക്കി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. ചെമ്പ് പിച്ചളയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സൂര്യൻ്റെ മുഖമുള്ള പിച്ചളകളുള്ള അത് മേടിക്കുക, സാധനം മേടിക്കുക. സൂര്യൻ്റെ മുഖമുള്ള അത് നമ്മൾ പൂജിക്കുക. മുത്തപ്പൻ അല്ലെങ്കിൽ ചാത്തൻ, ഭദ്രകാളി അല്ലെങ്കിൽ ശിവൻ്റെ ക്ഷേത്രങ്ങളിലൊക്കെ ഏത് ക്ഷേത്രത്തിലായും പൂജിച്ച് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥാപിക്കുക, സൂര്യൻ്റെ മുകളിലുള്ളത്. അല്ലെങ്കിൽ കിഴക്ക് വശത്ത് നടുവിലായിട്ട് സ്ഥാപിക്കുക, അല്ലെങ്കിൽ വടക്ക് വശത്ത് നടുവിലായിട്ട് സ്ഥാപിക്കാം. വടക്ക് കിഴക്ക് മൂലയ്ക്ക് സ്ഥാപിക്കാൻ പറ്റാത്തവർ. ഓക്കെ, അതാണ് ഒന്നാമത്തേത്. അപ്പോൾ അതൊക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജികളൊക്കെ മാറുന്നതാണ്. ഇനി അടുത്തത് സ്വർണ്ണത്താമര എന്ന് പറയാം. സ്വർണ്ണം മേടിക്കണ്ട, സ്വർണ്ണത്താമര എന്ന് പേര് മാത്രമേ ഉള്ളൂ. സ്വർണ്ണ നിറത്തിലുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒരു പൂജക്കടകളിലോ വാസ്തുശാലകളിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് സ്വർണ്ണത്താമര എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. നമ്മൾ ഊണ് കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ നടുക്കായിട്ട് അത് വെക്കണം. അപ്പോൾ എല്ലാവരും കാണത്തക്ക രീതിയിലായിരിക്കും. പുറത്തുനിന്ന് വരുന്നവരാണെങ്കിലും അയൽക്കത്തുള്ളവരൊക്കെ കാണുന്ന രീതിയിൽ വേണമായിട്ട് സ്ഥാപിക്കാനായിട്ട്. ഇപ്പം മുന്നേ പറഞ്ഞിട്ടുള്ളത് ചെമ്പിൻ്റെ പിച്ചളയുടെ സൂര്യത്തിൻ്റെ മുകളിലുള്ളത്, ചെമ്പിൻ്റെ പിച്ചളയുടെ സൂര്യൻ്റെ മുകളിലുള്ളത് മേടിച്ചും ആൾക്കാർ കാണുന്ന രീതിയിലാണ് തൂക്കേണ്ടത്. അതുപോലെ നമ്മൾ ഇനി അടുത്ത മൂന്നാമതായിട്ട് പറയുന്ന മൈലാഞ്ചിയാണ്. നമ്മുടെ മൈലാഞ്ചി പുരയിടത്ത് വെക്കണം എന്നാണ് പറയുന്നത്. പുരയിടത്തിൻ്റെ അതിരിന് വെക്കണം എന്നാണ് പറയുക. അപ്പോൾ പുരയിടത്തിൻ്റെ അതിരിനാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഇത് വെക്കേണ്ട സ്ഥാനം എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്ക് മൂലയ്ക്കാണ് സ്ഥാപിക്കുക. കറക്റ്റ് മൂലയല്ല, കുറച്ച് അങ്ങോട്ട് മാറിയാലും കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ തെക്ക് വശത്ത് നടുക്കായിട്ട് അതിരിന് ചേർന്ന് വെക്കുക. അതും സർവ്വത്തിലെ നെഗറ്റീവ് എനർജികളെ മാറ്റി പോസിറ്റീവ് എനർജികൾ പ്രദാനം ചെയ്യും. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന 1/2 ഗ്ലാസ് വെള്ളത്തിൽ നാരങ്ങ ഇട്ട് വെക്കുക. അതും ഒന്നെങ്കിൽ സ്വീകരണ മുറിയിലോ അല്ലെങ്കിൽ ഹാളിൻ്റെ പ്രധാന വാതിലിൽ നേരെ ആയാലും പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും കാണണം. അതെ, അപ്പോൾ നമുക്ക് സർവ്വത്തിലെ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. 3, 4, 5 ദിവസത്തിലൊക്കെ വെക്കാം. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് മാറ്റിയിട്ട് വീണ്ടും വെക്കുക. 1 ഗ്ലാസ് വെള്ളത്തിൽ ഇപ്പോൾ നല്ലൊരു നാരങ്ങ, ലക്ഷണത്തിൽ നാരങ്ങ ഇട്ട് വെക്കുക ഒക്കെ വേണം. ഇനി അടുത്തായിട്ട് പറയാൻ പോകുന്ന പ്രധാന വാതിലില്ല, നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ പ്രധാന ഹോള് മറ്റേ ഇറയം അല്ലെങ്കിൽ എന്താ പറയുക തിരിവെക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇറയം എന്നൊക്കെ പറയുന്ന സ്ഥലത്തുനിന്ന് കയറി വരുമ്പോൾ പ്രധാന വാതിൽ അവിടെ ഒന്നെങ്കിൽ ഓമിൻ്റെ ചിത്രം വരച്ച് വെക്കുക വാതിലിലും, അല്ലെങ്കിൽ സ്വസ്തി ചിഹ്നം വരച്ച് വെക്കുക. ഇനിയിപ്പോൾ വീണ്ടും കൊത്തുപണി എളുപ്പം അതുണ്ടെങ്കിൽ അവർ ചെയ്യണ്ട. വരച്ച് വെക്കുന്നതും നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇനി 6ാമത്തേതായിട്ട് പറയാം, നമ്മുടെ പനിക്കൂർക്ക എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഒരു സാധനമാണ്. പനിക്കൂർക്ക നമ്മൾ അടുക്കള വാതിലിന് നേരെ വെക്കുക. അതിന് കുറച്ചൊരു ചെടിച്ചട്ടി വെക്കണമെങ്കിൽ ഏറ്റവും ഉത്തമം. അത് ചെടിത്തിന് കുറച്ച് ഉയർന്നിരിക്കാൻ പാകത്തിന് അടിയിൽ കല്ലോ ഇതിലൊക്കെ ഇട്ടുകൊടുത്ത് പൊക്കി വെക്കാം. മരമുള്ള കഷ്ണമൊക്കെ ഇട്ടുകൊടുത്ത് പൊക്കി വെക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അപ്പോൾ സർവ്വത്തിലും നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റി സർവ്വത്തിലും ഐശ്വര്യങ്ങൾ ഇതൊക്കെ നമുക്ക് നൽകുന്നതാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ചെറിയ ഓട്ടൂരിൽ 10-500 വരുന്ന അല്ലെങ്കിൽ താഴെ വരുന്ന ചെറിയൊരു ഓട്ടൂരിൽ മേടിക്കുക. അതിനകത്ത് എല്ലാ ദിവസവും വെള്ളം നിറച്ചിട്ട് നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൂവുകൾ നമുക്കുള്ളത് പൂവുകൾ, ചെമ്പരത്തി, കത്തിയോ എന്തെങ്കിലും ഇടാം, പൂക്കളിടുക. അത് നമ്മുടെ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയ്ക്കൽ
വെക്കുക. എല്ലാ ദിവസവും വെള്ളം മാറ്റി പൂതി വെക്കുക. അപ്പോൾ അതിന് പൂവില്ല, തുളസിയിലുള്ളൂ, അങ്ങനെയുള്ളൊരു തുളസിയിലിട്ട് വെക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവരും. നമുക്ക് സർവ്വത്തിലെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. വടക്കംഭാഗത്ത് കരുന്നേലി മഠത്തിൽ അമ്മയ്ക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥലം മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമുക്കുള്ള ഒരു കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് സഹകരിക്കുക. നിങ്ങളുള്ള ശത്രുദോഷങ്ങൾ, ദുരിതങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ദുരിതങ്ങളൊക്കെ ഉള്ളവർ നമുക്ക് ഗൂഗിൾ പേ നമ്പറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നിങ്ങളെ കണ്ട് കഴിയുന്ന പൈസ രൂപ എത്രയാണെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അത് നമുക്കൊന്ന് ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ നിങ്ങളുടെ പേര് നാളെ അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ അർച്ചനയൊക്കെ നടത്തുകയാണ്. അപ്പോൾ അർച്ചന നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് 5 വർഷം, നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കിടക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീട് സ്ഥലമൊക്കെ മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വീട് സ്ഥലമൊക്കെ മേടിക്കുന്നതിനെ കൊണ്ടിട്ട് ഭഗവതിയുടെ അനുഗ്രഹമാണ്. ഭദ്രകാളിയുടെ ഭദ്രകാളി അമ്മേനെ ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും അമ്മയുടെ ഒരു സ്ഥലം മേടിക്കുന്നതിന് എന്തെന്ന് സഹായിക്കുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, കുറേ പേര് ചിന്തിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇരുത്താൻ പോകണം, സ്ഥലം മേടിക്കും. നമ്മളെ കൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂട്ടിയാൽ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ലോൺ എടുക്കാൻ നിങ്ങൾ ഭക്തജനങ്ങൾക്ക് ഇങ്ങനെ രോഗങ്ങൾ, ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ സ്ഥലം മേടിക്കാൻ പറ്റാത്തവർക്കൊരു ഇതായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളാൽ സഹായിക്കുന്ന സഹകരണങ്ങളൊക്കെ തന്ന് ചെയ്യുക. നമുക്ക് ഓൾറെഡി സ്ഥലം മേടിക്കാനുള്ള പൈസ കുറച്ചുണ്ട്. നമുക്കിനി കുറച്ച് ലോണായാലും എടുത്തു കഴിഞ്ഞാൽ മേടിക്കാവുന്നുള്ളൂ. പക്ഷേ എന്നാലും നിങ്ങളുടെ ദുരിതങ്ങളും ആപത്തുകളൊക്കെ മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസമുള്ള അമ്മേനെ, വിശ്വാസമുള്ള ഭദ്രകാളി അമ്മേനെ, വിശ്വാസമുള്ള എല്ലാ ഭക്തജനങ്ങളും തന്ന് സഹകരിക്കുക. പിന്നെ അതുപോലെ തന്നെ ദുരിതങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് സഹകരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സർവ്വത്തിൽ ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ഇന്ന എമൗണ്ടൊന്നുമില്ല. 1 രൂപ ആണെങ്കിൽ 1 രൂപ, അല്ലെങ്കിൽ 5 രൂപ ആണെങ്കിൽ 5 രൂപ, അല്ലെങ്കിൽ 10 രൂപ ആണെങ്കിൽ 10 രൂപ, 101 രൂപ ആണെങ്കിൽ 101 രൂപ. ഇനിയിപ്പോൾ 1000 രൂപ ആണെങ്കിൽ 1000 രൂപ, 5000 രൂപ ഉള്ളത് 5000 രൂപ, 10000 ഇപ്പോൾ 1 ലക്ഷം തരുന്നവർക്ക് അത്രയും യാതൊരു വിധ പ്രശ്നമില്ല. നിങ്ങൾ ആരെന്ത് ഇട്ടാലും എത്ര ഇട്ടാലും നിങ്ങൾ ആ നമ്പറിൽ തന്നെ വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരണം. പേര്, അഡ്രസ്സ്, നിങ്ങൾ എത്ര ഇട്ടുന്നൊന്നും പറയണ്ട, പേര്, അഡ്രസ്സ് എനിക്കൊന്ന് അയച്ചു തരണം. വീട്ടുപേരും പേരും നക്ഷത്രവും അയച്ചു തരണം. അപ്പോൾ നിങ്ങളുടെ ഉള്ള പേരിൽ അർച്ചന നടത്തണം അമ്മയുടെ അടുത്തേ. അപ്പോൾ നിങ്ങൾ എത്ര പൈസ തന്നിട്ട് നമ്മൾ ഇവിടെ അടുത്തൊരു അർച്ചന നടത്തിയാലല്ല ദേവിക്ക് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അർച്ചന നടത്തിയില്ലെന്ന് ദേവിക്ക് അറിയാം. എന്നാലും നമ്മൾ ദേവിയുടെ അടുത്ത് പൂ അർച്ചന ഇടുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ മേടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പ്, യൂട്യൂബിലൂടെ നമ്മൾ കാണിച്ചു തരുന്നതാണ്. എല്ലാ ചടങ്ങുകളെല്ലാം ഒരു വീഡിയോ പോലെ ആക്കി അയച്ച് നിങ്ങൾ യൂട്യൂബിൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഓർക്കുന്നു. നന്ദി, നമസ്തേ.